നിങ്ങളൊരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കാരണം മഴക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം യൂസ് ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിസ് ചെയ്യണ്ട. ഒരുപാട് സമയം മഴയത്ത് നിങ്ങളുടെ വാഹനം നിർത്തിയിടാതെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലസ്റ്റർ വരുന്ന ഭാഗം അല്ലെങ്കിൽ ഹാൻഡിൽ ബാറിന്റെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു റെയിൻ കോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ അതൊന്ന് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം മഴക്കാലമാണ്, നമ്മളെ റോഡാണ്, ടയറിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് ടോപ്പപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ കേബിൾ ബ്രേക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് എൻഡ് റെസ്റ്റ് വരാതെ ഒരു ഓയിൽ ടച്ച് വേണമെങ്കിൽ ഒരു ഓയിൽ ടച്ച് യൂസ് ചെയ്ത് നന്നായിരിക്കും. ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിച്ച് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് സ്ലോട്ടിലോ അല്ലെങ്കിൽ ചാർജറിലോ വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ഏരിയ യൂസ് ചെയ്യുക. ഒരിക്കൽ പോലും നിങ്ങൾ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. വലിയൊരു ദുരന്തം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാഹനം വാഷ് ചെയ്യരുത്. നമ്മുടെ ഏറ്റവും വലിയൊരു ഹാബിറ്റാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ മുകളിൽ വെക്കുക എന്നുള്ളത്. അത് വലിയൊരു തെറ്റാണ്. ഇനി നിങ്ങളുടെ വാഹനത്തിൽ ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം ഇല്ലെങ്കിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുള്ളായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സ്പെയർ ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ആവശ്യമാണ്, നിങ്ങൾക്ക് ആക്സസറീസ് ആവശ്യമാണ്, എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് NFBയുടെ N കെയറുമായിട്ട് നിങ്ങൾക്ക് അറ്റ് എനി ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് ജേർണി. ബൈ.